ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ 8ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. കീപ്പിംഗ് ഡിസീസ് അറ്റ് എ ബേ. രോഗങ്ങളെ അകറ്റി നിർത്താം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടൊന്ന് വായിച്ചു കേട്ടോ. അപ്പോൾ വാസ് ബിസി വിത്ത് എ ഫൈനൽ പ്രിപ്പറേഷൻ ടു ടേക്ക് പാർട്ട് ഇൻ സബ് ഡിസ്ട്രിക്ട് സയൻസ് ഫെയർ. സയൻസ് ഫെയറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ അവസാനഘട്ട പ്രവർത്തനങ്ങളിലാണ്. ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഹി ഫെൽ ഇൽ. അപ്പോൾ അവനക്ക് എന്ത് ചെയ്തു? ചെറിയൊരു അസുഖം വന്ന് പിടിപെട്ടു, അല്ലെങ്കിൽ അസുഖമുള്ളതുപോലെ ക്ഷീണം തോന്നി. ഹി ടുക്ക് മെഡിസിൻ ബട്ട് ഫീവർ ഡിഡ് നോട്ട് സബ്സൈഡ്. അവന് മരുന്നൊക്കെ കഴിച്ചു, പക്ഷേ പനി കുറയുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആസ് എ directed by this doctor, when a blood test was done, he came to know that he was suffering from dengue fever. Having reached the district level competition the previous year, it was his strong desire to participate at the state level this time. അവന് എന്ത് ചെയ്തു വെച്ചാൽ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ അവനക്ക് എന്താണ്? ഡെങ്കിപ്പനിയാണ് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അപ്പുവിൻ്റെ ആ പ്രശ്നങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഒരുപാട് രോഗങ്ങൾ നമുക്കും വരാറുണ്ട്, പലതരത്തിലുള്ള ഡിസീസുകൾ നമ്മൾ കാണാറുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ് ഉണ്ടാവുക? സ്റ്റൊമക്ക് പെയിൻ, വയറുവേദന ഉണ്ടാവും. ഹെഡ് ഏക്ക്, തലവേദന ഉണ്ടാവും. കോമൺ കോൾഡ്, ജലദോഷം ഉണ്ടാവും. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഫീവർ, പനി ഉണ്ടാവും അല്ലേ. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരാറുണ്ട്. ആർ ഓൾ ദിസ് ഡിസീസ് കോണ്ടൈസ്? ഹൗ ആർ ഡിസീസ് ട്രാൻസ്മിറ്റഡ്? ഇതെല്ലാം പകർച്ചവ്യാധികളാണോ ഈ എല്ലാ ഡിസീസുകളും? ആണോ? ഇതെങ്ങനെയാണ് പകരുന്നത്? എങ്ങനെയാണ്? ഹോപ്പ് യു ഹാവ് സ്റ്റഡീഡ് എർലിയർ ഇൻ ദ മോസ്റ്റ്. നമ്മൾ എങ്ങനെയാണ്? കൊതുകിലൂടെ പകരുന്നുണ്ടാവും, ഹൗസ് ഫ്ലൈ ഈച്ചയിലൂടെ പകരുന്നുണ്ടാവും, എലിയിലൂടെ പകരുന്നുണ്ടാകും, നമ്മൾ തന്നെ തൊട്ടിട്ട് പകരുന്നൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ ഈ രോഗത്തിന് കാരണമായിട്ടുള്ള 3 ആൾക്കാരാണ് ഇവിടെ ചിത്രം. 3 ആൾക്കാരുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. വൺ ഈസ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. 3ൻ്റെയും ചിത്രം എന്ത് ചെയ്യുക? ശരിക്കും നോക്കുക. എക്സാമിന് ഈ ചിത്രം തന്നിട്ട് ഇതെന്ത് ജീവിയാണ്, ഇതെന്ത് സാധനമാണ് എന്ന് നിങ്ങളോട് ചോദിക്കും. ബാക്ടീരിയ കണ്ടല്ലോ അല്ലേ. വൈറസ് കണ്ടില്ലേ. ഫംഗസ്, നമ്മൾ കൊറോണ വൈറസ് എന്ന് പറയുന്നതിൻ്റെ ചിത്രമൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടതാണ്. അതുകൊണ്ട് വൈറസ് മാറിപ്പോവില്ല. കൊറോണ വൈറസ് എന്നല്ല നമ്മൾ പറയാം അല്ലേ. കൊറോണ ഒരു വൈറസ് വരുത്തുന്ന ഒരു രോഗമാണ്. മൈക്രോ ഓർഗാനിസംസ്, ചെറിയ സൂക്ഷ്മജീവികൾ, ചെറിയ ജീവികൾ. ബാക്ടീരിയയും വൈറസും ഫംഗസും ഒക്കെ അങ്ങനെയുള്ള വളരെ ചെറിയ ജീവികളാണ്. അപ്പോൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ലൈക്ക് വൈറസ്, ഫംഗസ് ആൻഡ് ബാക്ടീരിയ. ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത് വൈറസിൻ്റെയും ഫംഗസിൻ്റെയും ബാക്ടീരിയകളുടെയും ഒക്കെ പ്രവർത്തന ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? രോഗങ്ങൾ ഉണ്ടാവുന്നത്. ഡിസീസസ് spread when this microorganism get transmitted from one infected person to another. ഒരാൾക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നും ഈ വൈറസും ഫംഗസും ബാക്ടീരിയകളൊക്കെ മറ്റു ആളുകളിലേക്ക് എത്തുമ്പോൾ അവർക്കും ആ രോഗം പിടിപെടുകയാണ് ചെയ്യുക. കരിയേഴ്സ് ഓഫ് ഡിസീസസ്. ആരാണ് ഈ ഡിസീസുകളെ പരത്തുന്നത് എന്നുള്ളതാണ്. നിങ്ങളെ ചിത്രത്തിൽ കാണുന്നുണ്ട്. ആരാ നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഈച്ചയൊക്കെ വന്നിരിക്കുന്നുണ്ട്, ഭക്ഷണത്തിൽ ഈച്ചയൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പുറത്ത് കുറച്ച് താഴെയായിട്ട് ഒരു എലിയെയും കാണുന്നുണ്ട്, റാറ്റിനെയും കാണുന്നുണ്ടല്ലേ. ഹൗ ഡൂസ് ദ ഹൗസ് ഫ്ലൈ ട്രാൻസ്മിറ്റ് ഡിസീസ്? ഈച്ച എങ്ങനെയാണ് ഈ ഡിസീസിന്? അവരാദ്യം എന്ത് ചെയ്യും? കേടായ ചീഞ്ഞ ഭാഗത്തൊക്കെ അത് പോയിരിക്കും. എന്നിട്ട് നമ്മളെ ഫുഡിലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് അസുഖങ്ങളുണ്ടാവും. കോമൺ കോൾഡ് ആൻഡ് ജെൻസൈറ്റിസ് are the 2 different diseases. Both are transmitted the same way. Are different diseases like chikungunya, dengue fever, filariasis,
ഡയോറിയ സ്പ്രെഡ് ബൈ ദ സെയിം ക്രിയേച്ചർ. പല രോഗങ്ങളും പല വിധത്തിലാണ് പകരുക. അതിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ത്രൂ വാട്ടർ, വെള്ളത്തിലൂടെ പകരുന്നതുണ്ട്, ത്രൂ ഫുഡ്, ഭക്ഷണത്തിലൂടെ പകരുന്നതുണ്ട്, ത്രൂ എയർ, വായുവിലൂടെ പകരുന്നുണ്ട്, ത്രൂ ക്രിയേച്ചേഴ്സ്, മറ്റു ജീവികളിലൂടെ പകരുന്നതുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിലുണ്ട്. ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ആർ കോൾഡ് കോണ്ടേജിയസ് ഡിസീസസ്. കണ്ടേജിയസ് ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകർച്ചവ്യാധികൾ എന്ന് മലയാളത്തിൽ പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാളിൽ നിന്നും മറ്റാളിലേക്ക് പകർന്നു പോകുന്ന രോഗങ്ങളെയാണ് നമ്മളെന്ത് വിളിക്കുക? പകർച്ചവ്യാധികൾ എന്ന് പറയാം. അതിൽ പെട്ടതാണ് കോമൺ കോൾഡ്, കൺജക്റ്റിസ്, കോളറ, ടൈഫോയിഡ്, ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ, ഫിലാരിസിസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇങ്ങനെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന കോണ്ടേജിയസ് ഡിസീസസ് ആണ്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങളാണ്. ഇത് നോട്ടിലൊന്നും എഴുതാം കേട്ടോ. ഈ ഭാഗം ഇതുവരെ പറഞ്ഞതിൽ ഇത് മാത്രം എഴുതാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചാൽ മതി. ഇനി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, എങ്ങനെയാണ് അസുഖങ്ങൾ പകരുന്നത്? ഡിസീസ് ട്രാൻസ്മിറ്റഡ്, ഏതൊക്കെ അസുഖങ്ങൾ എങ്ങനെയൊക്കെയാണ് പകരുന്നു എന്നുള്ളതാണ്. ത്രൂ എയർ, എയറിലൂടെ പകരുന്ന രോഗങ്ങളോടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കോമൺ കോൾഡ്, ചിക്കൻ പോക്സ്, മീസിൽസ്, ട്യൂബർക്ലോസിസ് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ. ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ, വെള്ളത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയും പകരുന്നതാണ് റാറ്റ് ഫീവർ, ടൈഫോയിഡ്, കൊളറ, ജൻഡിസ് തുടങ്ങിയ അസുഖങ്ങൾ. ത്രൂ ഹൗസ് ഫ്ലൈ, ഈച്ച പരത്തുന്ന രോഗങ്ങളാണ് കൊളറ, ഡയോറിയ. ത്രൂ മൊസ്കിറ്റോ, കൊതുക് പരത്തുന്നതാണ് ഫിലാരിസിസ്, മലേറിയ, ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ തുടങ്ങിയ സാധനങ്ങൾ. ത്രൂ കോണ്ടാക്ട്, തൊടുന്നതിലൂടെ പകരുന്നതാണ് ലെപ്രോസി, കോഞ്ചക്റ്റിസ്, ലെപ്രോസി തുടങ്ങിയ അസുഖങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? തൊടുന്നതിൽ. അപ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുക, ഒരാൾ തൊട്ട സ്ഥലത്ത്, ഇപ്പോൾ ജലദോഷമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. കോമൺ കോൾഡും അങ്ങനെ വരാറുണ്ട്, എയറിലൂടെ പകരാറുണ്ട്. അതല്ലാണ്ട് ഒരാൾ തൊട്ട സ്ഥലത്ത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അസുഖങ്ങൾ പകരുക, അങ്ങനെയുള്ള ത്രൂ കോണ്ടാക്റ്റ്. ഇഫ് മൊസ്കിറ്റോസ് ആർ കെപ്റ്റ് അവേ, കൊതുകുകളെ അകറ്റി നിർത്താം, അല്ലെങ്കിൽ അകറ്റി നിർത്തിയാൽ എന്താ ഉണ്ടാവുക? What are the diseases that can be prevented by destroying mosquitoes? Where do mosquito lay their eggs or multiply? What are the favorable situations in your place for mosquito to lay eggs and multiply, and be responsible for creating favorable situations in your house and surroundings for the growth of mosquito? നമ്മുടെ നാട്ടിൽ ഒരുപാട് രീതിയിൽ കൊതുക് വളരുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൊതുക് പല രീതിയിൽ, എന്താ പറയുക, നമ്മൾ പല രീതിയിൽ പല വലുപ്പത്തിലുള്ള കൊതുകൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഈ കൊതുകുകളൊക്കെ എങ്ങനെയാണ് വളരുന്നത്, എവിടെയാണ് മുട്ടയിടുന്നതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ പോയിട്ടാണ് ആര് മുട്ടയിടുക? കൊതുക് മുട്ടയിടുക. എന്നിട്ട് ആ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ഈ കുഞ്ഞുങ്ങളൊക്കെ പരിപാടി എന്താ? നമുക്ക് വന്നിട്ട് ഓരോ രോഗങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് തരിക എന്നുള്ളതായിരിക്കും അവരുടെ പരിപാടി. അപ്പോൾ ഈ കൊതുകിൻ്റെ വളർച്ച നമ്മൾ എന്ത് ചെയ്യണം? തടയണം. എങ്ങനെയൊക്കെയാണ് കൊതുകിൻ്റെ വളർച്ച തടയാൻ പറ്റുക? ഇങ്ങനെ നിങ്ങളെ തൊടുവിലും പറമ്പിലൊക്കെ ചിരട്ടയിലും ബക്കറ്റിലും പഴയ വേസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ എന്ത് ചെയ്യുക? മറിച്ച് കളയുക. വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അനുവദിക്കാണ്ടിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യും? കൊതുകിൻ്റെ ശല്യത്തിൽ നിന്നും ഒഴിവാകാൻ പറ്റും. അൺകവേർഡ് എയർ പൈപ്സ് ഓഫ് സെപ്റ്റിക് ടാങ്ക് let in mosquito to tank where they lay eggs and multiply. അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ പൈപ്പ് ഉണ്ടാവും, അത് എന്ത് ചെയ്യുക? കൊതുക് വല ഉപയോഗിച്ചുകൊണ്ട് നല്ലോണം കവർ ചെയ്ത് വെക്കുക. അതല്ല എങ്കിൽ സെപ്റ്റിക് ടാങ്ക് പോയിട്ട് കൊതുക് മുട്ടയിട്ട് വെക്കും, എന്നിട്ട് അവിടെ വളരും, എന്നിട്ട് അത് പുറത്തേക്ക് വരും. സറൗണ്ടിങ്സ് ആർ ലെഫ്റ്റ് ഹൈജീനിക് ആൻഡ് അൺക്ലിയർഡ്. ചുറ്റുപാട് നല്ല വൃത്തിയുള്ളതാക്കിയിട്ട് മാറ്റുക, അല്ലെങ്കിലൊക്കെ കൊതുക് വളരാനുള്ള സാധ്യതയുണ്ട്. ഡ്രൈ ഡേ ഒബ്സർവൻസ്, നമ്മൾ ഡ്രൈ ഡേ ആചരിക്കാറുണ്ട്. ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ
Dry day is the observed once a week to prevent the breeding of mosquito. മൊസ്കിറ്റോയുടെ വളർച്ച തടയാനുള്ള ഒരു ആഴ്ചയായിട്ട് നമ്മൾ ആചരിക്കുന്നതിനെയാണ് ഡ്രൈ ഡേ എന്ന് നമ്മൾ പറയുക. ഡ്രൈനിങ് അവേ stagnant water from coconut shell, toys, plastic pots, egg shells, pot holders and terrace. It will be more effective when this is done on the same day by all the people residing in your area. നമ്മൾ ഡ്രൈ ഡേ ആയിട്ട് ഓരോ സ്ഥലത്ത് നമ്മൾ കുറേ ആൾക്കാർ കൂടി ചേർന്നിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഷെല്ലുകളും ടോയ്കളും പ്ലാസ്റ്റിക് പോട്ട്സ്, എഗ് ഷെൽസ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, മുട്ടത്തോടൊക്കെ തുടങ്ങി ചിരട്ട, പാത്രങ്ങൾ, എങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക, തുറന്ന് വിട്ടിട്ട് ക്ലീനാക്കുക. വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ഇപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യുക, ക്ലീനാക്കുക. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൊതുകിന് മുട്ടയിടാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അത് പെരുകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. ഇനി നമ്മുടെ വീട്ടിൽ കൊതുക് മോസ്കിറ്റോ ബിറ്റിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. മോസ്കിറ്റോ നെറ്റ്, കൊതുക് വല ഉപയോഗിക്കാറുണ്ട്. ഫോഗിങ്, മോസ്കിറ്റോ ബാറ്റ്, ഫോഗിങ് ആണ്, പുകയ്ക്കുക എന്ന് പറയില്ലേ, മോസ്കിറ്റോ ബാറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോസ്കിറ്റോനെ തടയാൻ പറ്റും. ഇനി പ്രിവെൻറ്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്, രോഗം പകരുന്നത് തടയാം. We have discussed in details the most measure to prevent the transmission of disease by mosquitoes. There are several other ways by which diseases are transmitted. How can prevent them? Complete the table using hints from the picture. അപ്പോൾ നമുക്ക് പകരുന്ന അസുഖങ്ങൾ കൊതുകിലൂടെ മാത്രമല്ല, വേറെയും കുറേ ആൾക്കാരുണ്ട്. മോസ്കിറ്റോയിലൂടെ പടയുന്നത് തടയാൻ വേണ്ടിയിട്ട് അവോയ്ഡ് സ്റ്റേജിനേഷൻ ഓഫ് ഡേർട്ടി വാട്ടർ, അഴുക്ക് വെള്ളങ്ങളെ കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കുക. പിന്നെന്താ, സറൗണ്ടിങ്സ് വിൽ ക്ലീൻ, സറൗണ്ടിങ്സ് എന്ത് ചെയ്യുക, ക്ലീൻ ആക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മോസ്കിറ്റോ എന്ന് പറയാൻ പറ്റും. ഇതൊരു ഹൗസ് ഫ്ലൈ, ഈച്ചയുടെ നിന്ന് എങ്ങനെ കഴിയാം. കീപ് ദ ഹൗസ് ആൻഡ് പെർമിസസ് ക്ലീൻ, വീടും ചുറ്റുപാടും എന്ത് ചെയ്യുക, ക്ലീൻ ആക്കുക. കീപ് ഫുഡ് കവേർഡ്, ഫുഡൊക്കെ കവർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്. ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ കൂടി എന്ത് കൂടി ഉള്ളത്. ഡ്രിങ്ക് ഓൺലി ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ, ഒന്നുകിൽ നല്ല തണുത്ത വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നല്ല തിളച്ച വെള്ളം കുടിക്കുക. തിളച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം, തണുത്ത വെള്ളം കുടിക്കുകയല്ല വേണ്ടത്. തണുപ്പിൽ വേറെ പ്രത്യേകത, തണുപ്പിൻ്റെ പ്രത്യേകത എന്താ പറയുക, ബാക്ടീരിയാസിനെ കൂടുതലായിട്ട് വളരാൻ കഴിയില്ല, അങ്ങനെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ നമ്മൾ ചില ഫുഡുകളൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക എന്ന് കേട്ടില്ലേ, ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളതാണ്. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ എങ്ങനെ കുടിക്കണം, ബോയിൽഡ്, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. അന്ന് വിചാരിച്ച് തിളച്ച വെള്ളം എണ്ണാക്കിലാക്കിയിട്ട് പാറാനല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഭയങ്കര പൊള്ളലേ ഉള്ളൂ അല്ലേ. അവോയ്ഡ് ഇൻടേക്ക് ഓഫ് സ്റ്റൈൽ ഫുഡ്, നമുക്ക് ആവശ്യമില്ലാത്ത എന്താ പറയുക, വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്തു നിന്ന് ഫുഡ് കഴിക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ പിന്നെന്താ, അവോയ്ഡ് പരമാവധി ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കുക. അവോയ്ഡ് ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വൃത്തിഹീനമായിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക, ഈച്ച വന്നിരിക്കുന്ന ഫുഡ് ഒഴിവാക്കുക, അതുപോലെ തന്നെ പഴയ ഫുഡ് ഒഴിവാക്കുക. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഫുഡൊന്നും വാട്ടറിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റും. ത്രൂ കോണ്ടാക്റ്റ്, സ്റ്റേ അവേ ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ, ഇതിനാകെയുള്ള മാർഗ്ഗം അതാണ്. എന്ത് ചെയ്യുക, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കുക. ഇനി ത്രൂ എയറിലൂടെ പകരുന്ന രോഗങ്ങളില്ലാണ്ടിരിക്കാൻ വേണ്ടി എന്താ ചെയ്യുക, എയറിലൂടെ പകരുന്ന രോഗങ്ങളില്ലാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ത്രൂ എയറിലൂടെ പകരുന്നില്ലാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മളെന്ത് ചെയ്യുക, മാസ്ക് ഉപയോഗിക്കുക അല്ലേ. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് മാറിയതാണ് യൂസിങ് മാസ്ക്, എന്താ പറയുക, കയ്യും കാലൊക്കെ നമുക്ക് മെയിനായിട്ട് എയറിലൂടെ പകരുന്നതൊക്കെ നമുക്ക് സ്റ്റൊമക്കിലൂടെ കണ്ട് പോവുകയാണ് ചെയ്യുക. യൂസിങ് മാസ്ക് അത് തന്നെയാണ് ചെയ്യാനുള്ളത് കേട്ടോ. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു അഡോപ്റ്റ് മെഷർ ടു പ്രിവെൻറ്റ് ഡിസീസസ് ദാൻ ടു ഗോ ഫോർ ട്രീറ്റ്മെൻറ്റ് ആഫ്റ്റർ ഗെറ്റിംഗ് ഇൻഫെക്റ്റഡ്. നമ്മുടെ രോഗം വരാതിരിക്കാൻ വേണ്ടി നോക്കുക, അതാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദം
അല്ലേ? ഇഫ് ദർ ആർ നോ മൈക്രോ ഓർഗാനിസം ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇങ്ങനെ മൈക്രോ ഓർഗാനിസം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അപ്പോൾ അതിനുള്ളൊരു മറുപടിയും കൂടി പറയാം കേട്ടോ. മൈക്രോ ഓർഗാനിസം ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഇവിടെ നോക്കുക, നമ്മുടെ ചുറ്റുപാടും പല ജീവികളും ചത്തൊടുങ്ങുന്നുണ്ട്. ഈ ചത്തൊടുങ്ങുന്ന ജീവികളൊക്കെ മണ്ണിൽ അലിഞ്ഞു ചേരുകയാണ് ചെയ്യുക. ഇൻ കേസ് ഈ അലിഞ്ഞു ചേരുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ഹെൽപ്പ് ഓഫ് ബാക്ടീരിയ, ഡ്യൂ ടു ദ ആക്ടിവിറ്റി ഓഫ് ബാക്ടീരിയ ആൻഡ് ഫംഗസ്, ദ ഓർഗാനിക് റിമെയിൻസ് ഡികമ്പോസ്ഡ് ഇൻ ദ സോയിൽ. അതെന്ത് ചെയ്യാണ്? മണ്ണിൽ അലിഞ്ഞു ചേരുകയാണ് ചെയ്യുക. ദിസ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ടു പ്ലാന്റ് ആൻഡ് ആൾസോ ഹെൽപ്സ് ടു ക്ലിയറിങ് സർഫേസ് ഓഫ് ദ എർത്ത്. ഇതിങ്ങനെ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ ജീവികൾക്ക് എന്താ പറയുക, ബുദ്ധിമുട്ടുണ്ടാവില്ല. പ്ലാന്റ്സിനൊക്കെ എന്ത് ചെയ്യും? അതൊരു വളമായിട്ട് മാറുകയാണ് ചെയ്യുക, ന്യൂട്രിയൻസ് കിട്ടുകയാണ് ചെയ്യുക, അല്ലേ? അതേ സ്ഥാനത്ത് ബാക്ടീരിയകളില്ല എങ്കിൽ ഈ ലോകത്ത് ചാവുന്ന എല്ലാ ജീവികളും അവിടെ തന്നെ കിടക്കും, അതേപോലെ കിടക്കും. ആലോചിച്ച് നോക്കും അങ്ങനെയുള്ള അവസ്ഥ. പിന്നെ വേറെ എന്തൊക്കെയാണ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഉപയോഗങ്ങൾ? ടേണിങ് മിൽക്ക് ഇൻ ടു കേർഡ്, നമ്മുടെ പാല് തൈരാവുക എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഫെർമെൻറ്റേഷൻ ഓഫ് ദ റൈസ് ബാറ്റർ, ഫെർമെൻറ്റേഷൻ നടക്കുക. റൈസ് ബാറ്ററിൽ എന്ത് ചെയ്യുക? ഫെർമെൻറ്റേഷൻ നടക്കുന്നത്. കൺവേർട്ടിങ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ടു സാൾട്ട് ഇൻ ദ സോയിൽ വിച്ച് ആർ ഈസിലി അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള നൈട്രജൻ കിട്ടുന്നതിന് വേണ്ടി അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ പോയിട്ട് മണ്ണിൽ അലിഞ്ഞു ചേരുക. ഡികമ്പോസിങ് ഓഫ് ഫേഷ്യൽ മാറ്റർ ഇൻ ടു ദ സോയിൽ, എന്താ പറയുക, ജീവികളുടെ ശവങ്ങളും മറ്റൊക്കെ മണ്ണിൽ അലിഞ്ഞു ചേരുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ഓഫ് മിൽക്ക് പ്രോഡക്റ്റ്, വിനാഗർ, ജൂട്ട്, ടൊബാക്കോ, ലെതർ, etc. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സംഭവങ്ങളൊക്കെ യൂട്ടിലൈസ് ഇൻ ഫീൽഡ് ഓഫ് മെഡിസിനിലും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആരെക്കൊണ്ട് ഉപയോഗം കിട്ടുന്നുണ്ട്? ബാക്ടീരിയാസ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഉപയോഗങ്ങളുണ്ട്. ഇനി നമുക്കെങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്? ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും വാക്സിനേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. വാക്സിൻ എടുക്കുക, കോവിഡ് വാക്സിൻ. ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യമാണ് കോവിഡ് വാക്സിൻ എടുക്കുക എന്നൊക്കെ. നമ്മൾ പോളിയോ വാക്സിൻ എടുക്കുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കുത്തിവെപ്പുകൾ എടുക്കുക. ഇതാണ് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ രോഗങ്ങൾ വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി മുൻകൂട്ടി. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യില്ല, നമുക്ക് ആ അസുഖം വരില്ല. ഹൈജീനിക് ഹാബിറ്റ്സ്, ഇനി ശുദ്ധിയാക്കുക എന്നുള്ള ഒരു ഹാബിറ്റ് നമുക്കുണ്ടാവുക. ഐ വാഷ് മൈ ഹാൻഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും ശേഷം കഴിയുക. ഐ കട്ട് നെയിൽസ് വൺസ് എ വീക്ക്, ആഴ്ചയിൽ ഒരിക്കൽ എന്ത് ചെയ്യുക, നഖമൊക്കെ മുറിക്കുക. ഇൻ ദ കിച്ചൺ ഐ ഹെൽപ്പ് മൈ മദർ ടു കീപ് ദ ഫുഡ് കവേർഡ്, ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കവർ ചെയ്ത് വെക്കുക, മൂടി വെക്കുക. ഐ ഗോ ടു ബെഡ് അറ്റ് നൈറ്റ് ഓൺലി ആഫ്റ്റർ ബ്രഷിങ് മൈ ടീത്ത്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പും രാവിലെയും എന്ത് ചെയ്യുക, പല്ല് തേക്കുക. ഐ നെവർ വെയർ ഡേർട്ടി ക്ലോത്ത്സ്, ചളിയായ വസ്ത്രങ്ങൾ ധരിക്കരുത്. ഐ നെവർ ഈറ്റ് അൺകവേർഡ് ഫുഡ് സോൾഡ് ഇൻ ദ സ്ട്രീറ്റ്, സ്ട്രീറ്റിലൊക്കെ കാണുന്ന അൺകവേർഡ് ഫുഡ് കഴിക്കാൻ പാടില്ല. ഐ വാഷ് മൈ ഹാൻഡ് വിത്ത് സോപ്പ് ആഫ്റ്റർ ഗോയിങ് ടു ദ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുക, കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ഐ നെവർ ഈറ്റ് ഫ്രൂട്ട് വിത്തൗട്ട് വാഷിംഗ് ദം പ്രോപ്പർലി, ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കഴുകിയിട്ട് ഉപയോഗിക്കുക, കഴുകാണ്ട് ഉപയോഗിക്കരുത്. ഇനി സോഷ്യലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, വി ആർ ഓൾ കെയർഫുൾ അബൌട്ട് കീപ്പിംഗ് പേഴ്സണൽ ഹൈജീൻ ബട്ട് ഓൾ വി ഈക്വലി കെയർഫുൾ ഇൻ ദ കേസ് ഓഫ് സോഷ്യൽ ഹൈജീൻ. നമ്മുടെ ചുറ്റുപാട് ഒരാൾ മാത്രം വിചാരിച്ച കാര്യമില്ല, എല്ലാവരും കൂടി എന്ത് ചെയ്യാം, കുട്ടികളെല്ലാവരും കൂടി കളിക്കുന്ന ആളുകളൊക്കെ ഗ്രൗണ്ടിൻ്റെ ചുറ്റുഭാഗം ശരിയാക്കുക, വീടിൻ്റെ ചുറ്റുഭാഗം ശരിയാക്കുക. അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് ഹെൽത്തി സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളൊന്നും എഴുതണ്ട, മുകളിൽ പറഞ്ഞ സംഭവം മാത്രം നോട്ടിൽ നിന്ന് എഴുതിയിട്ട് അയച്ചുതരിക. ഈ ബോക്സും കൂടി എഴുതണം കേട്ടോ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസും പ്രിക്കോഷൻ ടു ബി ടേക്കൺ, ഇത് 2 വീതം ഓരോന്നിലും എഴുതി കൊടുത്താൽ മതി. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയിട്ട് അയച്ചുതരാം. പിന്നെ നോട്ടിൽ എഴുതാനായിട്ട് ഇത് ശരിക്കും നോക്കുക, ഇത് നോട്ടിൽ എഴുതണമെന്നില്ല, നോക്കുക. പിന്നെ എന്താണ്
പകർച്ചവ്യാധികൾ എന്താണ്, കോണ്ടൻജിയസ് ഡിസീസ് എന്തൊക്കെയാണെന്നുള്ളത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബോക്സ് ഉണ്ടല്ലോ, ഈ ബോക്സ് നോട്ടിൽ നിന്ന് എഴുതുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ 8ാമത്തെ ചാപ്റ്ററും കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.